പക്ഷേ സിനിമയേക്കാൾ അതീവ നാടകീയമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മുടെ പ്രിയ നടൻ മണിയൻ പിള്ള രാജുവിന്റെ കുടുംബം ഇതാ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ള വാർത്തയാണ് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് രാജുവിന്റെ കാർ അപകടത്തിൽപ്പെട്ട വാർത്തയുടെ ചൂടാറും മുൻപേ തന്നെ ഇതാ മകൻ നിരഞ്ജും ഒരു വൻ അപകടത്തിൽ നിന്ന് തലനാരിയിലേക്ക് രക്ഷപ്പെട്ടതിന്റെ വാർത്തകൾ വന്നിരിക്കുന്നു. അച്ഛനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്കിടയിൽ മകനും അപകടത്തിൽപ്പെട്ടത് ആരാധകരെയും സിനിമാ ലോകത്തെയും ഒരുപോലെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. വിധി കാത്തുവെച്ച ഈ ഇരട്ട അപകടങ്ങളുടെ പിന്നാമ്പുറം തേടിയുള്ള ഒരു അന്വേഷണമാവട്ടെ ഇന്ന്. കൊടുങ്ങല്ലൂരിൽ വെച്ചായിരുന്നു യുവനടൻ നിരഞ്ജ് സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്. തന്റെ ലേറ്റസ്റ്റ് ചിത്രമായ മസ്തിഷ്ക മരണം എന്ന സിനിമയുടെ വർക്കിനായി ടീമിനൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു പ്രിയതാരം. ഒരു വളവ് തിരിയുന്നതിനിടെ അപ്രതീക്ഷിതമായി എത്തിയ KSRTC ബസ് നിരഞ്ജന്റെ കാറിൽ അതിശക്തമായി ഇടിക്കുകയായിരുന്നു. കാർ നല്ല രീതിയിൽ തകർന്നെങ്കിലും നിരഞ്ജും കൂടെയുള്ളവരും പരിക്കുകൾ ഏറെ ഇല്ലാതെ രക്ഷപ്പെട്ടു. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് എന്നാണ് അപകടത്തിനു ശേഷം നിരഞ്ജ് പ്രതികരിച്ചത്. പക്ഷേ ഈ അപകടം നടന്നത് അച്ഛന്റെ അപകട വാർത്ത വൻ വാർത്തയായി തരംഗമായി നീക്കുന്ന സമയത്തായിരുന്നു എന്നതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തിയത്, ഞെട്ടിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം വഴുതക്കാട് വെച്ചായിരുന്നു മണിയൻ പിള്ള രാജുവിന്റെ കാർ ഒരു ബൈക്കിൽ ഇടിച്ചത്. ഒരു ബുള്ളറ്റ് ആയിരുന്നു അത്. രാത്രി 9:30 ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് തന്റെ വസതിയിലേക്ക് മടങ്ങുവാനായി ഗേറ്റ് കടന്നിറങ്ങുകയായിരുന്നു താരം. രാജുവിന്റെ കാർ ടേൺ എടുക്കുന്നതിനിടെ അതിവേഗത്തിൽ വന്ന ബുള്ളറ്റ് ഇടിച്ച് തെറിപ്പിക്കപ്പെട്ടു. 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. എന്നാൽ പരിക്കേറ്റവരെ തിരിഞ്ഞു പോലും നോക്കാതെ മണിയൻ പിള്ള രാജു കാറുമായി പാഞ്ഞു പോയത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ വൻ കമന്റ്സ് തന്നെ രേഖപ്പെടുത്തിയിരുന്നു. കാറിന്റെ നമ്പർ പ്ലേറ്റ് സംഭവ സ്ഥലത്ത് വീണതാണ് താരത്തെ കുടുക്കിക്കളഞ്ഞത്. താൻ എന്തിനാണ് നിർത്താതെ പോയത് എന്നതിന് രാജുവിന് പിറ്റേ ദിവസം കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. ഞാൻ ഒരു ക്യാൻസർ സർവൈവറാണ്. ആ ആഘാതത്തെ ഞാൻ പൂർണ്ണമായും പാനിക്കായി പോയി എന്നാണ് അദ്ദേഹം മൊഴി നൽകിയത്. അപകടം നടന്ന 8 മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ശാസ്ത്രീയ പരിശോധനയിൽ അദ്ദേഹം മദ്യപിച്ചില്ലായിരുന്ന പിന്നീട് വ്യക്തമായ എങ്കിലും ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അദ്ദേഹം കാണിക്കേണ്ടിയിരുന്ന ഒരു പൊതു ഉത്തരവാദിത്തത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അച്ഛനും മകനും ചുരുങ്ങിയ ഇടവേളകളിൽ അപകടങ്ങളിൽപ്പെട്ടത് ഒരു യാദൃശ്ചികതയാവാം. എങ്കിലും സിനിമാ മംഗളം തേടി പോകുന്നവർക്ക് ഇത് ഒരു മുന്നറിയിപ്പാണ്. റോഡിലെ നിയമങ്ങൾ ആർക്കും ഒരുപോലെയല്ല എന്ന തിരിച്ചറിവ് ഈ സംഭവങ്ങൾ നമുക്ക് നൽകുന്നു. നിരഞ്ജന്റെ തിരിച്ചുവരവ് വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നതിനൊപ്പം ശ്രീ മണിയൻ പിള്ള രാജു നേരിടുന്ന ഈ വിവാദങ്ങൾ എത്രയും വേഗം കെട്ടടങ്ങട്ടെ എന്നും നമുക്ക് പ്രത്യേകിക്കാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കായും ഹോട്ട് അപ്ഡേറ്റുകൾക്കുമായും ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഈ സംഭവത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റുകളായി രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.